2026 നമ്മൾ കടന്നിരിക്കുകയാണ്. അപ്പോൾ പുതുവത്സരം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും എന്താ പറയുക, ജീവിതത്തിൽ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള കുറേ പ്ലാനിങ് ഒക്കെ നടത്തുന്ന ഒരു സമയമാണ്. അപ്പോൾ സിനിമയുമായി ബന്ധപ്പെട്ട് ഒരു ന്യൂ ഇയർ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് മലയാളത്തിലെ ഒരു സിനിമ മില്ലേനിയം സ്റ്റാർസ്. ആ ഒരു സിനിമയ്ക്ക് ഒരു റെക്കോർഡുണ്ട്, ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആ സിനിമയെക്കുറിച്ച് കുറേ കഥകൾ ആ സിനിമയെക്കുറിച്ച് പറയാനുണ്ട്. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 2000 എന്ന് പറയുന്ന വർഷം ആദ്യം റിലീസ് ചെയ്ത സിനിമയാണ് മില്ലേനിയം സ്റ്റാർസ്. അതായത് ഈ മില്ലേനിയത്തിലെ ആദ്യത്തെ സിനിമ രാത്രി 12 മണിക്കായിരുന്നു അന്ന് ആദ്യത്തെ ഷോ. ഇന്നൊക്കെ നമുക്കറിയാം അങ്ങനെയൊക്കെ പല ഷോസും നടത്തുന്നുണ്ട്, പക്ഷേ അന്നതൊരു പുതുമയായിരുന്നു. പിന്നെ അതൊരു റെക്കോർഡ് തന്നെയാണ്. കാരണം ഇനി ഒരു അടുത്തൊരു മില്ലേനിയം എന്താ പറയുക, അങ്ങനെ സംഭവിക്കില്ല. ഇപ്പോൾ ഇനി ഒരിക്കലും അത് സംഭവിക്കില്ല എന്ന് തന്നെ പറയാം. ആ ഒരു സിനിമയുടെ അനൗൺസ്മെൻറ്റ് സമയത്തൊക്കെ ഒരുപാട് എന്താ പറയുക, ഭയങ്കര പ്രതീക്ഷയായിരുന്നു ആ ഒരു സിനിമയെക്കുറിച്ച്. കാരണം മെയിനായിട്ട് അന്നത്തെ സൂപ്പർ സ്റ്റാർസ് സുരേഷ് ഗോപി, ജയറാമും പിന്നെ ബിജു മേനനും ഇവർ ഒരുമിച്ച് അഭിനയിക്കുന്നു. അപ്പോൾ നമുക്കറിയാം സുരേഷ് ഗോപിക്ക് ആക്ഷൻ ഹീറോ ഒക്കെ ആയിട്ട് തിളങ്ങി നിൽക്കുന്ന ഒരു സമയമാണ്. ജയറാം കുടുംബ പ്രേക്ഷകരുടെ നായകനെ തിളങ്ങി നിൽക്കുന്നു. ബിജു മേനനാണെങ്കിൽ അപ്പുറത്ത് അന്നത്തെ ഒരു യുവ നടൻ എന്താ പറയുക, ഇവരെക്കാട്ടും ജൂനിയറാണ്, തിളങ്ങി നിൽക്കുന്ന ഒരു സമയം തന്നെയാണ്. അപ്പോൾ സംവിധായകൻ ജയരാജിൻ്റെ സിനിമ. അപ്പോൾ ജയരാജ് എന്ന് പറയുമ്പോൾ മലയാളത്തിൽ വിദ്യാരംഭവും ആകാശക്കോട്ടത്തെ സുൽത്താനൊക്കെ പോലത്തെ സിനിമകൾ, അപ്പുറത്ത് ജോണി വാക്കറും ഹൈവേ പോലത്തെ കുറച്ച് ആക്ഷൻ മോഡുള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ള സിനിമകൾ, ഇതൊന്നും അല്ലാത്ത തരത്തിലുള്ള കളിയാട്ടവും ദേശാടനവും ഒക്കെ പോലത്തുള്ള സിനിമകൾ. അപ്പോൾ ജയരാജ് എല്ലാ ജോണുള്ള സിനിമകൾ ചെയ്യുകയും ക്രിട്ടിക്കലി അക്ലെയിം ആയിട്ടുള്ള സിനിമകൾ, കമേഴ്ഷ്യൽ സക്സസ് ആയിട്ടുള്ള സിനിമകൾ, അങ്ങനെ അദ്ദേഹം എന്താ പറയുക മലയാളത്തിലെ വളരെ വിലപിടിപ്പുള്ള വളരെ മുൻനിരയിൽ നിൽക്കുന്ന ഒരു സംവിധായകനായിരുന്നു സമയമാണ്. ഇപ്പോഴും അതെ. ഇപ്പോൾ അദ്ദേഹം കമേഴ്ഷ്യൽ തരത്തിലുള്ള സിനിമകളല്ല, നമുക്കറിയാം കാതികൻ പോലെയുള്ള സിനിമകൾ, ഇപ്പം പിന്നെ പെരുങ്കളിയാട്ടം വരുന്നു, അത്തരത്തിലുള്ള സിനിമകളാണ് ഇപ്പോൾ അദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ അന്ന് ജയരാജ് സിനിമ ചെയ്യുന്നു. കിരീടമുണ്ണി എന്ന് പറയുന്ന കൃഷ്ണകുമാർ എന്ന് പറയുന്ന പ്രൊഡ്യൂസറാണ്. കൃപ ഫിലിംസ് എന്ന് പറയുന്ന കിരീടത്തിലൂടെ മലയാളത്തിൽ വന്ന ഒരുപാട് ഹിറ്റ് സിനിമകൾ, കലാമൂല്യമുള്ള സിനിമകൾ സമ്മാനിച്ചിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ കമ്പനിയാണ്. അപ്പോൾ അദ്ദേഹം ജയരാജായിട്ട് ഒന്നിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രതീക്ഷയൊക്കെയായിരുന്നു അന്ന് അതിൻ്റെ അനൗൺസ്മെൻറ്റൊക്കെ. അപ്പോൾ അന്നത്തെ കാലത്തൊക്കെ ന്യൂസ് പേപ്പേഴ്സിലൊക്കെ നമ്മളൊക്കെ ഒരുപാട് വായിച്ചിട്ടുണ്ട്. പലർക്കും അത് ഓർമ്മയുണ്ടാവും. അപ്പോൾ ഈ ഒരു സിനിമയുടെ തുടക്കം എന്ന് പറയുന്നത് ശരിക്ക് കിരീടമുണ്ണി തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഇത് ജയരാജ് ചെയ്യുന്നു ഒരു സിനിമ ചെയ്യാം എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ഇവരിതിൻ്റെ പ്ലാനിങ് ഒക്കെ. അപ്പോൾ ഒരു 3 സുഹൃത്തുക്കളുടെ കഥ, അത് അനാഥരായ 3 സുഹൃത്തുക്കൾ. ഇതിലവർ 2 സുഹൃത്തുക്കൾ നന്നായി പാട്ട് പാടും. അപ്പോൾ ഇവർക്ക് വേണ്ടി മൂന്നാമനായ സുഹൃത്ത് എന്ത് ജോലിയും ചെയ്ത് ഇവർക്ക് വേണ്ടി, ഇവർക്ക് പഠിക്കാനും ഈ പറഞ്ഞ പോലെ പാട്ടുകാരനാവാൻ വേണ്ടി എല്ലാ സഹായം ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ സ്വന്തം ജീവിതം ത്യജിക്കുന്ന ഒരു സുഹൃത്തിൻ്റെ ഒരു കഥ. ഇങ്ങനെ 3 സുഹൃത്തുക്കളുടെ കഥ. അപ്പോൾ ഇതാണ് ഇവരുടെ ഒരു പ്ലാനിങ്. ഇതിൻ്റെ ഒരു കഥ എന്ന് പറയുന്നത് തുടക്കം അങ്ങനെയായിരുന്നു. അങ്ങനെയാണ് ഇവരിതിലോട്ട് കിടക്കുന്നത്. അപ്പോൾ അന്ന് വളരെ വിലപിടിപ്പുള്ള സുരേഷ് ഗോപിയും ബിജു മേനോനും ഈ പറഞ്ഞ സുരേഷ് ഗോപിയൊക്കെ തിളങ്ങി നിൽക്കാന്നാണല്ലോ. അപ്പോൾ ഇവരൊക്കെ വെച്ച് അഭിനയിപ്പിക്കുന്ന രീതിയിൽ. അപ്പോൾ അന്ന് ഒരു മലയാള സിനിമ നമുക്കറിയാം, ഇന്ന് മലയാള സിനിമ പിന്നെയും കുറച്ച് പാൻ ഇന്ത്യൻ ലെവലിലോട്ടൊക്കെ സഞ്ചരിക്കുന്ന ഒരു സമയമാണ്. മലയാള സിനിമയ്ക്ക് ഇന്ന് കുറച്ച് ബിസിനസ് വലുതാണ്. ഇന്ന് നമുക്കറിയാം 100 കോടി 200 കോടി 300 കോടിയൊക്കെ വേൾഡ് വൈഡ് കളക്ട് ചെയ്യുന്ന ലെവലിലോട്ട് മലയാള സിനിമ എത്തിയിട്ടുണ്ട്. ഇപ്പുറത്ത് അത്യാവശ്യം നല്ലൊരു സിനിമയാണെങ്കിൽ, അല്ലെങ്കിൽ ഓടുന്നൊരു സിനിമ, തിയേറ്ററിൽ കളക്ട് ചെയ്തൊരു സിനിമയാണെങ്കിൽ OTT നല്ല റൈറ്റ്സ് കൊടുത്ത് വിലക്കെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇന്ന് ആ ഒരു ബിസിനസ് ഉണ്ട്. അന്ന് ഇങ്ങനെയൊന്നുമില്ല. അപ്പോൾ ആ ഒരു സമയത്ത് ഇവർ ചെറിയൊരു ബഡ്ജറ്റ് ഇട്ടിട്ട് ഇവർ ആ ഒരു സിനിമ തുടങ്ങുന്നു. അപ്പോൾ ഈ ഒരു സിനിമയുടെ തുടക്കം അന്ന് പ്ലാൻ ചെയ്തിരുന്നതിൻ്റെ ഒരു പേര്, പ്രൊഡ്യൂസർ ഇട്ടിരുന്ന ഒരു പേര് മസാല എന്നായിരുന്നു. പക്ഷെ പിന്നീട് സംവിധായകനും അണിയറ പ്രവർത്തകരൊക്കെ പറഞ്ഞിട്ടാണ് പിന്നീട് അതിൻ്റെ മില്ലേനിയം സ്റ്റാർസ്. അപ്പോൾ അത് നല്ലൊരു പേര് തന്നെയാണ്. കാരണം നമ്മളൊക്കെ അന്ന് ആ ഒരു സിനിമ നമ്മളൊക്കെ അട്രാക്ട് ചെയ്തത് അതിൻ്റെ ഒരു പേര് തന്നെയാണ്. കാരണം മില്ലേനിയത്തിൽ ഇറങ്ങുന്ന ഒരു സിനിമ മില്ലേനിയം സ്റ്റാർസ് എന്ന് പറയുന്ന ഒരു പേരൊക്കെ നമ്മളൊക്കെ വളരെയധികം ആകർഷിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്. പക്ഷേ ഷൂട്ട് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്ന് ഈ പടം കൈവിട്ടുപോയി എന്ന് തന്നെ പറയാം. കാരണം ബഡ്ജറ്റ് വിചാരിച്ചോട്ട് നിൽക്കുന്നില്ല. പ്രത്യേകിച്ച് അദ്ദേഹം തന്നെ പറഞ്ഞത് വിദ്യാസാഗറാണ് മ്യൂസിക്, അതിഗംഭീരമായിട്ടുള്ള സോങ്സ് ആണ്. അപ്പോൾ അതിൽ ഒരു ഓ മുംബൈ എന്ന് പറയുന്ന ഒരു പാട്ട്, ശ്രാവൺ ഗംഗെ, കുറേ പാട്ടുകളുണ്ട്. നിങ്ങൾക്കറിയാം അന്ന് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തിയേറ്ററിൽ നിന്നൊക്കെ കണ്ട്, അപ്പോൾ സോങ്സൊക്കെ വളരെ രസകരമായിട്ടുള്ളൊരു സോങ്സ് തന്നെയാണ്. പിന്നെ അന്ന് ഈ പറഞ്ഞ വിദ്യാസാഗറും ഭയങ്കരമായിട്ട് ടോപ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ ഗംഭീരമായിട്ടുള്ള സോങ്സ് ആണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ പല സോങ് കമ്പോസിങ് ആണെങ്കിൽ തന്നെ ചെയ്യുന്ന സമയത്ത് വിദ്യാസാഗർ ബഡ്ജറ്റിൽ നിന്നും കുറച്ച് കടന്ന് ചെയ്തു. അതായത് അന്ന് ജോൺസനൊക്കെയാണ് കൂടുതൽ കിരീടമുണ്ണിയുടെ സിനിമകൾ ചെയ്യുന്നത്. അപ്പോൾ ജോൺസനെ ആണെങ്കിൽ ഒരു സിനിമ കമ്പോസ് ചെയ്യുമ്പോഴൊക്കെ അതിൻ്റെ ഒരു ബഡ്ജറ്റ് കുറവായിരിക്കും. പക്ഷേ വിദ്യാസാഗർ പലപ്പോഴും ആ ഒരു സോങ്ങിന് വേണ്ട കുറച്ച് ഇൻസ്ട്രുമെൻസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില പ്രോഗ്രാമിങ്ങിന് വേണ്ട എക്യുപ്മെൻറ്റ്സൊക്കെ ചിലത് വരുത്തിക്കും. അപ്പോൾ അതിന് ഇത്തിരി കോസ്റ്റ് വരും, അതിൻ്റെ കൂടെ വരുന്ന ആളുകൾക്ക് ഉള്ള ഒരു ബാറ്റ് കൂടും. അങ്ങനെ കുറേ കാര്യങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ വിചാരിച്ച പോലെ നിന്നില്ല. അപ്പോൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ
സംവിധായകൻ ജയരാജനോട് ഇദ്ദേഹം പറഞ്ഞു, പ്രൊഡ്യൂസർ പറഞ്ഞു, ഇത് കടന്നു പോകുന്നുണ്ട് നമുക്ക്. അപ്പോൾ ഒരു ബഡ്ജറ്റ് ഉണ്ടല്ലോ, നമ്മുടെ ഒരു മലയാള സിനിമയ്ക്ക് ഒരു ബഡ്ജറ്റ് ഇല്ലേ എന്ന് വെച്ചപ്പോൾ ജയരാജ് പറഞ്ഞില്ല, ഇതൊരു നമുക്കൊരു റിച്ച്നെസ് കാണിക്കണം, എങ്കിൽ മാത്രമേ ഇത് ഏക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ വേണമെങ്കിൽ പ്രൊഡ്യൂസറിന് ഇത് എനിക്ക് ആ സിനിമ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. പക്ഷേ അപ്പുറത്ത് കൂടെയുള്ള പ്രൊഡക്ഷൻ കൺട്രോളും മാനേജേഴ്സും പറഞ്ഞു, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പറഞ്ഞു. അതായത് അന്ന് സിനിമ നമുക്കറിയാം, തിയേറ്റർ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ അടുത്ത് പൈസ മേടിച്ചിട്ടാണ് പ്രൊഡ്യൂസേഴ്സ് ചെയ്യുന്നത്. ഡിസ്ട്രിബ്യൂട്ടേഴ്സ് തിയേറ്ററിൽ നിന്ന് അഡ്വാൻസ് മേടിക്കുന്നുണ്ട്. അപ്പോൾ കുറേ കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ സിനിമ തുടങ്ങി വെച്ചു, കുറേ പേരുടെ അടുത്ത് പേയ്മെൻറ്റ് മേടിച്ചു, കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, വാക്കുണ്ട്, ഇന്ന ദിവസം തിയേറ്ററിൽ റിലീസ് ചെയ്യണം. അപ്പോൾ കമ്മിറ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞപ്പോൾ എന്നാൽ പിന്നെ വരണോടത്ത് വെച്ച് കാണാമെന്ന രീതിയിൽ ആ സിനിമ മുന്നോട്ട് കൊണ്ടുപോയതാണ്. ആ സിനിമ തിയേറ്ററിൽ വന്നു. അന്ന് അതിൻ്റെ ഒരു പോസ്റ്ററൊക്കെ എനിക്കൊരു ഓർമ്മയുണ്ട്. സുരേഷ് ഗോപി ഒരു അധോലോക നായകൻ എന്ന രീതിയിൽ അങ്ങനെയുള്ള ഒരു ലുക്കിൽ, ഇപ്പുറത്ത് പാട്ടുകാരായിട്ടുള്ള ബിജു മേനോനും ജയറാമിൻ്റെയും ഒരു പോസ്റ്റേഴ്സൊക്കെ കാര്യങ്ങളൊക്കെ വന്നിരുന്നത്. പിന്നെ സ്റ്റാർ കാസ്റ്റ് നമുക്കറിയാം, കലാഭൻ മണിയും ജഗതി ശ്രീകുമാറും ഒക്കെ ഉൾപ്പെടെയുള്ള ഒരു കാസ്റ്റ്. നായികമാരായിട്ട് അഭിരാമിയും അതുപോലെ തന്നെ സുജ രഘുറാം എന്ന് പറയുന്ന കൊറിയോഗ്രാഫറാണ്, വളരെ ഫേമസ് ആയിട്ടുള്ള രഘുറാം എന്ന് പറയുന്ന കൊറിയോഗ്രാഫറുടെ മകൾ ഗായത്രി രഘുറാം എന്ന് പറയുന്ന അറിയപ്പെടുന്ന കൊറിയോഗ്രാഫറും ഇന്ന് അവർ പൊളിറ്റിക്സിലൊക്കെ ഉണ്ട്. അവർ നക്ഷത്ര കണ്ണുള്ള രാജകുമാരൻ, അവനുണ്ട് രാജകുമാരി എന്ന് പറയുന്ന സിനിമയിൽ നായികയായിട്ട് വന്ന കുട്ടിയല്ല, ഒരു എന്താ പറയുക, അന്ന് ഒരു കുട്ടി, വളരെ യങ് ആയിരുന്നു അവർ. അപ്പോൾ അവരെ സുജാ രഘുറാം വരുന്നു എന്ന് പറഞ്ഞാൽ വളരെ സ്റ്റാർ കാസ്റ്റ് ഒക്കെ, വളരെ എന്താ പറയുക, എല്ലാവരെയും തിയേറ്ററിലോട്ട് അട്രാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ തിയേറ്ററിലോട്ട് ആകർഷിക്കുന്ന ഒരു സിനിമ തന്നെയായിരുന്നു. ഒരു പാക്കേജ് ആയിരുന്നു അതിൻ്റെ ഇനീഷ്യൽ പുള്ളിന് കിട്ടിയത്. പക്ഷേ ആ ഒരു സിനിമ തിയേറ്ററിൽ വന്നു കഴിഞ്ഞപ്പോൾ നിരാശയായിരുന്നു. കാരണം അത് ശരിക്കും നമുക്കറിയാവുന്ന കൊളോണിയൽ കസിൻസ് എന്നൊക്കെ നമുക്ക് അറിയാം. അപ്പം ഇവരുടെയൊക്കെ ഒരു ജീവിതം പോലെ, ഇവരുടെ ഒരു ജീവിതത്തിൽ സംഭവിച്ച പോലെയല്ല, പക്ഷെ അവരെയൊക്കെ നമുക്ക് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള രണ്ട് സുഹൃത്തുക്കൾ, അതായത് തെരുവിൽ വളർന്ന രണ്ട് സുഹൃത്തുക്കൾ, അവർ പിന്നീട് പാട്ട് പാടി വന്ന് ആൽബം ചെയ്ത്, അങ്ങനെ ഒരു ആൽബം ചെയ്ത് അതിലൂടെ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന സിംഗേഴ്സായി മാറുകയും പിന്നീട് ഇവരുടെ ഇടയിൽ കോൺഫ്ലിക്റ്റ് വരികയും ഇങ്ങനെയുള്ള ഒരു സൗഹൃദത്തിൻ്റെ ഒരു കഥയാണ്. ഇതിലാണ് കരുണൻ എന്ന് പറയുന്ന ആ ഒരു ഗുണ്ട ഒരു ക്യാരക്ടറാണ് സുരേഷ് ഗോപി ചെയ്തത്. പക്ഷെ എനിക്ക് തോന്നുന്നു സുരേഷ് ഗോപിയുടെ ആരാധകർ സുരേഷ് ഗോപിയുടെ ഒരു ആക്ഷൻ സിനിമ പ്രതീക്ഷിച്ചതാണോ? അത്തരത്തിലുള്ള ഒരു സിനിമയല്ല, ഇതൊരു ആക്ഷൻ സിനിമയല്ല, ഇതൊരു സൗഹൃദത്തിൻ്റെ കഥ പറയുന്ന ഒരു സിനിമയാണ്. അതിൽ സുരേഷ് ഗോപിക്ക് അല്ല അതിൻ്റെ പ്രാധാന്യം, ഈ പറയുന്ന രണ്ടുപേർക്കാണ്, ബിജു മേനോനും ജയറാമിനുമാണ്. അവരുടെ ഒരു ലൈഫാണ്, അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പും ഇവരുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു ബോണ്ടിങ്ങും ഇവരുണ്ടാവുന്ന ഒരു തെറ്റിദ്ധാരണയൊക്കെ പോകുന്നതും അതിലേക്ക് സുരേഷ് ഗോപി വരുന്നതും അതിൻ്റെ ഒരു ക്ലൈമാക്സ് ഒക്കെ നമുക്കറിയാം, ഒരു പാട്ടിലൂടെയൊക്കെയാണ് ആ ഒരു സിനിമ അവസാനിക്കുന്നതൊക്കെ. ഇത് പാട്ട് കാണുന്നവർക്ക് അതൊരു എന്താ പറയുക, ഒരു ആൽബം, ഒരു വീഡിയോ ആൽബം കാണുന്നത് പോലെ ഒരു 2-2.5 മണിക്കൂർ തിയേറ്ററിൽ ഇരുന്ന് എൻജോയ് ചെയ്യുന്ന ഒരു കഥ ഓക്കെ ആയിരുന്നു. പക്ഷെ അല്ലാത്ത ഓഡിയൻസിന് അത് നിരാശയായിരുന്നു എന്ന് തന്നെയാണ് തോന്നുന്നതല്ല, അതാണ് സത്യം. അതുകൊണ്ട് തന്നെയാണ് സിനിമ തിയേറ്ററിൽ പരാജയപ്പെട്ടത്. പക്ഷെ അതിൻ്റെ പാട്ടുകളൊക്കെ ഇന്നും നമ്മൾ ആസ്വദിക്കുന്നതാണ്. വിജയ് യേശുദാസിൻ്റെ ആദ്യത്തെ ഒരു പാട്ടാണ്. വിജയ് യേശുദാസും അച്ഛനും മകനും കൂടി അതിൽ പാടിയിട്ടുണ്ട്. അതൊക്കെ അന്ന് ഭയങ്കരമായിട്ടുള്ള തിയേറ്ററിൽ ഓളം കിട്ടി തന്നെയായിരുന്നു. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും കിരീടം ഉണ്ണി എന്ന് പറയുന്ന നിർമ്മാതാവിന് ആ ഒരു സിനിമ നഷ്ടമായിരുന്നു. അതിനുശേഷം അദ്ദേഹം എനിക്ക് തോന്നുന്നു സിനിമകളൊന്നും ചെയ്തിട്ടില്ല. 89 കിരീടം മുതൽ അങ്ങോട്ട് എത്രയോ സിനിമകൾ, നമുക്കറിയാം, സലാപവും ആധാരം പോലത്തെ സിനിമകൾ, ഭൂതക്കണ്ണാടി പോലത്തെ സിനിമകളൊക്കെ ചെയ്ത നിർമ്മാതാവാണ്. പക്ഷെ അദ്ദേഹം ഈ ഒരു സിനിമയോട് കൂടി അദ്ദേഹം സിനിമ എന്താ പറയുക നിർമ്മാണം നിർത്തി എന്ന് തന്നെ പറയാം. അദ്ദേഹം ഇപ്പോഴും ആക്റ്റീവാണ്. നമ്മൾ സിനിമ സദസ്സുകളിലൊക്കെ കാണാറുണ്ട്. കിരീടം എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചുള്ള ഓർമ്മകളെക്കുറിച്ചൊക്കെ പലപ്പോഴും അതിൻ്റെ ആനിവേഴ്സറിക്കൊക്കെ നമ്മൾ അദ്ദേഹത്തെ കാണാറുണ്ട്. അദ്ദേഹം ആക്റ്റീവാണ്, പക്ഷേ പിന്നീട് അദ്ദേഹം സിനിമയൊന്നും ചെയ്തിട്ടില്ല. എന്തായാലും മിലേനിയം സ്റ്റാർസ് എന്ന് പറയുന്ന ഒരു സിനിമ നിങ്ങളൊന്ന് തിയേറ്ററിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. എനിക്കൊക്കെ വളരെ ഫേവറേറ്റ് സിനിമ തന്നെയാണ്. പക്ഷെ അത് തിയേറ്ററിൽ എന്താ പറയുക, നമുക്ക് പറയാമല്ലോ, ഓരോ സിനിമയ്ക്കും ഓരോ ജാതകമുണ്ടെന്ന് നമ്മൾ പറയാറുണ്ട്. അത്തരത്തിലുള്ള ഒരു സിനിമ തന്നെ ആയിരിക്കും മിലേനിയം സ്റ്റാർസ്. അത് ഇപ്പോൾ റിലീസുകളുടെ കാലമാണ്. നമുക്കറിയാം, അന്ന് പരാജയപ്പെട്ട ദേവദൂതൻ വീണ്ടും തിയേറ്ററിൽ ഇറങ്ങിയിട്ട് വീണ്ടും കയ്യടി നമ്മൾ കൊണ്ടുപോയത് കണ്ടതാണ്. അപ്പോൾ മിലേനിയം സ്റ്റാർസിലൊക്കെ ശരിക്കും പറഞ്ഞാൽ വീണ്ടും ഒരു റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ഒരു സോങ്സും കാര്യങ്ങളൊക്കെ വീണ്ടും ഇന്നത്തെ യൂത്തിന് ചിലപ്പോൾ അത് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇപ്പോൾ അതിൽ കുക്കു തീവണ്ടി എന്നൊക്കെ പറഞ്ഞൊരു പാട്ടൊക്കെ ഉണ്ട്. അതൊക്കെ പിന്നീട് കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും സോഷ്യൽ മീഡിയയിലൊക്കെ അത് ചെറിയ റീമിക്സ് പോലെയൊക്കെ കുറച്ച് സ്കൂൾ കുട്ടികൾ, കോളേജ് കുട്ടികളൊക്കെ ചെയ്തതായിട്ട് ഈ കിരീടമുണ്ണി തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അത് വീണ്ടും കാണുന്നത്. അപ്പോൾ ഇന്നത്തെ യൂത്തും അതിലെ പാട്ടുകളൊക്കെ ആസ്വദിക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും റിലീസ് ചെയ്യുകയാണെങ്കിൽ നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം, ഈ ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, തിയേറ്ററിൽ കണ്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പിന്നീട് നിങ്ങൾ DVD-യോ TV-യിലൊക്കെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ആ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ എക്സ്പീരിയൻസസ്, അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമുക്ക് കമൻറ്റ് ചെയ്യാം.